നമസ്കാരം. സംസ്ഥാനത്ത് ഉഷ്ണതരംഗം മുന്നറിയിപ്പ്. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പ്. നമുക്ക് ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം സഹോദരങ്ങൾക്ക് പാമ്പുകടിയേറ്റ കോടാലി കടമ്പോട് കാവുങ്ങൽ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ബുധനാഴ്ച വൈകിട്ടാണ് മുറിക്കുള്ളിൽ പാമ്പിനെ കണ്ടത്. കേരള വിഷന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. കേരള വിഷൻ ചെയർമാനായി പി സുരേഷ് കുമാറും മാനേജിംഗ് ഡയറക്ടറായി അനിൽ മംഗലത്തും ചുമതലയേറ്റു. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കി ആഘോഷങ്ങൾ കുറച്ച് തൃശൂർ പൂരം നടത്താൻ തീരുമാനം. കുടമാറ്റവും എഴുന്നള്ളിപ്പും മേളവും അടക്കമുള്ള മറ്റാചാരങ്ങളിൽ മാറ്റമുണ്ടാവില്ല. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം സഹോദരങ്ങൾക്ക് പാമ്പുകടിയേറ്റ കോടാലി കടമ്പോട് കാവുങ്ങൽ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ബുധനാഴ്ച വൈകിട്ടാണ് മുറിക്കുള്ളിൽ പാമ്പിനെ കണ്ടത്. മൂന്നാമത്തെ പാമ്പിനെയാണ് ബുധനാഴ്ച കണ്ടത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കോടാലി സിൽജോ ജോൺസി ദമ്പതികളുടെ മകൻ ആൽജോ പാമ്പുകടിയേറ്റ് മരിച്ചത്. പാമ്പുകടിയേറ്റ് ചികിത്സയിലുള്ള സഹോദരൻ അനോജിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി. കോടാലിയിൽ വീട്ടിൽ 2 കുട്ടികൾക്കും പാമ്പുകടിയേറ്റതിനെ തുടർന്ന് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കുട്ടികൾ കിടന്നുറങ്ങിയ മുറിയിൽ നിന്നും ശംഖുവരയൻ ഇനത്തിൽപ്പെട്ട പാമ്പിനെ കണ്ടെത്തിയിരുന്നു. തിങ്കളാഴ്ച രാവിലെ വീണ്ടും മറ്റൊരു ശംഖുവരയനെ കൂടി കണ്ടെത്തിയതിനെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ വീടും പരിസരവും പരിശോധിച്ചു. കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ ശേഷം വൈകുന്നേരം 20ഓളം വനം വകുപ്പ് ജീവനക്കാർ ചേർന്ന് വീടും പരിസരവും വൃത്തിയാക്കി. പാമ്പുകൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മണ്ണിളക്കി പരിശോധന നടത്തിയെങ്കിലും കൂടുതൽ പാമ്പുകളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മീഡിയ ടൈം, കൊടകര. കേരള വിഷന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. കേരള വിഷൻ ചെയർമാനായി പി സുരേഷ് കുമാറും മാനേജിംഗ് ഡയറക്ടറായി അനിൽ മംഗലത്തും ചുമതലയേറ്റു. കേരളത്തിൽ 6000-ലധികം സ്വതന്ത്ര കേബിൾ ഓപ്പറേറ്റർമാരെ ഒന്നിപ്പിച്ചുകൊണ്ട് 1996-ലാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചത്. ഈ കൂട്ടായ്മയുടെ ഫലമായി 2007-ൽ നിലവിൽ വന്ന കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് ഇന്ന് ഇന്ത്യയിലെ 4ാം നമ്പർ MSO എന്ന നേട്ടം സ്വന്തമാക്കി കഴിഞ്ഞു. 2016-ൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ആരംഭിച്ചതോടെ കേരള വിഷൻ ഡിജിറ്റൽ യുഗത്തിലേക്ക് നീങ്ങി. ഇന്ത്യയിലെ 6ാമത്തെ വലിയ ബ്രോഡ്ബാൻഡ് ദാതാവും രാജ്യത്തെ 2ാമത്തെ വലിയ ഗ്രാമീണ FTTH ബ്രോഡ്ബാൻഡ് ദാതാവുമാണ് ഇന്ന് കേരള വിഷൻ. COA ഭവനിൽ നടന്ന ചടങ്ങിൽ മുൻ ചെയർമാൻ K. ഗോവിന്ദൻ, COS സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജനീഷ് PS, കേരള വിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KV രാജൻ, VS ജ്യോതികുമാർ, B. സുരേഷ് കുമാർ, മറ്റ് കേരള വിഷൻ ഡയറക്ടർമാർ, COS സംസ്ഥാന ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മീഡിയ ടൈം, കൊച്ചി. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കി ആഘോഷങ്ങൾ കുറച്ച് തൃശൂർ പൂരം നടത്താൻ തീരുമാനം. കുടമാറ്റവും എഴുന്നള്ളിപ്പും മേളവും അടക്കമുള്ള മറ്റാചാരങ്ങളിൽ മാറ്റമുണ്ടാവില്ല. എന്നാൽ കുടകളുടെ എണ്ണം കുറയ്ക്കാനും തൃശൂർ കളക്ടറേറ്റിൽ മന്ത്രിമാരും തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്ര ഭാരവാഹികളും അടക്കമുള്ളവർ പങ്കെടുത്ത ഉന്നതതല യോഗം തീരുമാനിച്ചു. മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാമ്പിൾ വെടിക്കെട്ടും മെയിൻ വെടിക്കെട്ടും ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ ശേഷമുള്ള വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും ഒഴിവാക്കാനാണ് യോഗം തീരുമാനിച്ചത്. വെടിക്കെട്ടിന് പകരം ആചാരത്തിന്റെ ഭാഗമായി കതിന മാത്രമേ പൊട്ടിക്കൂ. എന്നാൽ ആനകളുടെ എണ്ണം കുറയ്ക്കില്ല. 15 ആനകളെ തന്നെയാണ് എഴുന്നള്ളിക്കുക. ക്ഷേത്ര ഭാരവാഹികൾ അടക്കമുള്ളവരുടെ അഭിപ്രായം തേടിയ ശേഷമാണ് മന്ത്രിമാർ അടക്കം പങ്കെടുത്ത ഉന്നതതല യോഗം അന്തിമ തീരുമാനമെടുത്തത്. കുടമാറ്റമുണ്ടാവുമെങ്കിലും കുടകളുടെ എണ്ണം കുറയ്ക്കാനും തീരുമാനിച്ചു. പേരിന് മാത്രം കുടമാറ്റം നടത്താനാണ് തീരുമാനം. കുടമാറ്റം 15 മിനിറ്റ് മാത്രമേ ഉണ്ടാവൂ. പൂരം ചടങ്ങുകളുടെ ഭാഗമായുള്ള ഇലഞ്ഞിത്തറ മേളം, മഠത്തിൽ വരവ് ഉൾപ്പെടെയുള്ള മേളങ്ങളിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്നും യോഗം തീരുമാനിച്ചു. മീഡിയ ടൈം, തൃശൂർ. മാള കോട്ടമുറിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് പോസ്റ്റ് ഒടിഞ്ഞു. ബുധനാഴ്ച രാത്രിയിലാണ് സംഭവം. പോസ്റ്റിലിടിച്ച കാർ സമീപത്തെ മതിലും ഇടിച്ച് തകർത്തു. അപകടത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തിൽ ആർക്കെങ്കിലും പരിക്കുണ്ടോ എന്നറിവായിട്ടില്ല. ബസ്സിൽ നിന്നും കളഞ്ഞുകിട്ടിയ സ്വർണ്ണ കൈച്ചെയിൻ ഉടമസ്ഥന് തിരികെ നൽകി ബസ് കണ്ടക്ടർ മാതൃകയായി. ചാലക്കുടി പുത്തൻവേലിക്കര റൂട്ടിലോടുന്ന ജീസസ് എന്ന ബസ്സിലെ കണ്ടക്ടർ പൊയ്യ പൂപ്പത്തി സ്വദേശി രാജേഷിനാണ് ബസ്സിൽ നിന്നും ചെയിൻ ലഭിച്ചത്. തുടർന്ന് ഉടമസ്ഥനായ പൂപ്പത്തി സ്വദേശി രജുവിന് കൈമാറുകയായിരുന്നു.
വെടിക്കെട്ട് അപകടത്തിൽ മരിച്ച തൃശൂർ കോട്ടപ്പുറം സ്വദേശി ഗിരിയുടെ മാതാവ് അല്പം മുമ്പ് മരിച്ചു. ഗിരിയുടെ മൃതദേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല. പരേതനായ മോഹനന്റെ ഭാര്യ പള്ളത്ത് കരുമാലി വീട്ടിൽ ഗൗരിയാണ് നിര്യാതയായത്. സംസ്കാരം ഇന്ന് വൈകിട്ട് 3-ന് പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടത്തും. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ഗൗരി. കഴിഞ്ഞ ദിവസം മുണ്ടത്തിക്കോടുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ ഗിരിയെ കാണാതായിരുന്നു. തിരുവമ്പാടി പൂരം സെലിബ്രേഷൻ കമ്മിറ്റി അംഗമായ ഗിരി കോട്ടപ്പുറം ശിവക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റാണ്. പൂരത്തിന്റെ ഉത്സാഹിയായ ഗിരി വെടിക്കെട്ടുപുരയിൽ സ്ഥിരം സന്ദർശനം നടത്തുന്നയാളാണ്. ചൊവ്വാഴ്ച നടന്ന മുണ്ടത്തിക്കോട് ദുരന്ത സമയത്തും ഗിരി അവിടെ ഉണ്ടായിരുന്നു. സഹോദരൻ പി ഹരിയോടൊപ്പമാണ് എപ്പോഴും പൂരോത്സാഹത്തിന് പോകാറുള്ളത്. അമ്മയ്ക്ക് അസുഖമായതിനാൽ ഇക്കുറി ഹരി കൂടെ പോയിരുന്നില്ല. ഒരാഴ്ചയായി ഹോസ്പിറ്റലിൽ ആയിരുന്നു. അതുകൊണ്ടാണ് സഹോദരൻ ഹരി കൂടെ പോകാഞ്ഞത്. ഇരുവരും വെടിക്കെട്ട് ഉത്സാഹികളാണ്. ഹരി CPM പ്രവർത്തകനും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ കോട്ടപ്പുറം ഡിവിഷനിലെ ഇടത് സ്ഥാനാർത്ഥിയുമായിരുന്നു. കുഴിക്കാട്ടുശ്ശേരി വരദനാട് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. സത്യപാലൻ തന്ത്രികൾ കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 26 വരെയാണ് ഉത്സവാഘോഷം. ഇന്ന് വൈകിട്ട് കാളകളി, താലം വരവ്, 25-ന് പള്ളിവേട്ട മഹോത്സവ ദിനത്തിൽ രാവിലെ 3 ഗജവീരന്മാർ ഉൾപ്പെടെയുള്ള ശീവേലി, വൈകിട്ട് പകൽപൂരം, 26-ന് ആറാട്ട് എഴുന്നള്ളിപ്പ്, ആറാട്ടുപറ സമർപ്പണം, ആറാട്ടുകഞ്ഞി വിതരണം എന്നിവയോടെ ഉത്സവം സമാപിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ ദിവസം സഹോദരങ്ങൾക്ക് പാമ്പുകടിയേറ്റ കോടാലി കടമ്പോട് കാവുങ്ങൽ വീട്ടിൽ വീണ്ടും പാമ്പിനെ കണ്ടെത്തി. ബുധനാഴ്ച വൈകിട്ടാണ് മുറിക്കുള്ളിൽ പാമ്പിനെ കണ്ടത്. കേരള വിഷന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. കേരള വിഷൻ ചെയർമാനായി PP സുരേഷ് കുമാറും മാനേജിംഗ് ഡയറക്ടറായി അനിൽ മംഗലത്തും ചുമതലയേറ്റു. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് ഒഴിവാക്കി ആഘോഷങ്ങൾ കുറച്ച് തൃശൂർ പൂരം നടത്താൻ തീരുമാനം. കുടമാറ്റവും എഴുന്നള്ളിപ്പും മേളവും അടക്കമുള്ള മറ്റാചാരങ്ങളിൽ മാറ്റമുണ്ടാവില്ല. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.